അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് തോപ്പിൽ ഭാസി, ഓച്ചേരി, ഒ മാധവൻ, NN പിള്ളയും വഴി തെളിച്ചു വന്ന ഒരു മലയാള നാടകം അവർ വെട്ടിയ വഴിയിൽ കഥ പറയാൻ എത്തുകയാണ് 2K കിഡ്സ്. കാണാം. സമയം രാവിലെ 8 മണി. ക്യാമറ കണ്ണുകൾ വേദി 3-ലേക്ക്. നാടകമുണരുന്ന ടാഗോർ തിയേറ്റർ പരിസരം. എല്ലാം ശാന്തം. സമയം രാവിലെ 10 മണി. അഭിനേതാക്കളുടെയും സംവിധായകരുടെയും കാഴ്ചക്കാരുടെയും രംഗപ്രവേശനം. പക്ഷേ കർട്ടൻ പൊങ്ങിയില്ല. എന്തായിരുന്നു രാവണൻ ചെയ്ത തെറ്റ്? അധകൃതനെന്ന് അവഹേളിച്ച് നിഷേധിച്ച വിദ്യ സ്വായക്തമാക്കാൻ ഒരു ജന്മം മുഴുവൻ തപസ് ചെയ്തതോ? ആദ്യ നാടകം അരങ്ങിലേക്ക്. മാനന്തവാടി GVHSSന്റെ രാവണൻ. വേദിയിൽ വേഷപ്പകർച്ച കൊണ്ട് കുട്ടികൾ നിറഞ്ഞാടി. രണ്ടാമതെത്തിയത് പോരാട്ടത്തിന്റെയും കാടിന്റെയും ആനപ്പേടിയുടെയും കഥ പറയുന്ന ഫൈറ്റർ. പരാജയപ്പെട്ട് വീഴുമ്പോഴും കീഴടങ്ങില്ല എന്ന സന്ദേശം നൽകുന്ന കഥ കണ്ണീര് തുടച്ചുകൊണ്ടാണ് പലരും കണ്ടുനിന്നത്. പിന്നാലെ തെയ്യത്തിലൂടെ സ്ത്രീകളുടെ അതിജീവന കഥ പറഞ്ഞ് കാണിയെത്തി. ഉച്ചയോടെ പാലക്കാട് നിന്ന് ഒരു ജീപ്പും എത്തി. കയത്തിലൂടെ ആദിവാസി സമൂഹത്തിന്റെ പ്രണയവും പകയും അത് വരച്ചിട്ടു. നമ്മൾ ഇന്ന് സ്കൂളിൽ പഠിക്കുന്നതിൻ്റെയും ഒരു പൊതുഗതാഗതത്തിലൂടെ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒക്കെ പ്രധാന ആൾ അയ്യങ്കാളിയാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല വെച്ചാൽ ഇതൊന്നും ഇത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ ഈ കാര്യത്തിനെ മനസ്സിലാക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ അയ്യങ്കാളീനെ നാടകത്തിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അത് നമ്മുടെ നാട്ടിലാണ് അയ്യങ്കാളിപ്പട, പാലക്കാട് ആണ് അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു കഥയായിട്ട് തന്നെ അതിനെ മാറ്റി എഴുതുകയാണ് ചെയ്തത്. പിന്നാലെ പിറന്നത് ഭിത്തികളെ പ്രകമ്പനം കൊള്ളിച്ച കയ്യടി. പൊളിയായിരുന്നു, എല്ലാവരും പൊളിയായിരുന്നു, നന്നായിട്ട് ചെയ്തു. വേറെ ലെവലാണ്. സമയം ഉച്ചയ്ക്ക് 2 മണി. വിശപ്പ് പോലും മറന്ന നിറഞ്ഞ സദസ്സ്. ഒരിഞ്ച് പോലും കാലുകുത്താൻ ഇടമില്ലാതെ പലർക്കും മടങ്ങിപ്പോവേണ്ടി വന്നു. ഞങ്ങൾ തറയിലിരുന്നു, പിന്നെ അവിടെ ഇരിക്കാൻ പറ്റൂല. പോയ സീറ്റ് ഉണ്ടാവില്ല. മാലിന്യക്കുഴിയിൽ വീണ ജോയ് മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ സമകാലീന സംഭവങ്ങളും രാഷ്ട്രീയവും എണ്ണം പറഞ്ഞ് കൃത്യമായി അടയാളപ്പെടുത്തി. ഇനിയും ഇരകളെ വേട്ടയാടാൻ കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും പൊട്ടിച്ചിരികൾ, കെട്ടിപ്പിടുത്തങ്ങൾ, ആശ്വാസം, ആവേശം. പകലുമാറി രാത്രിയായതുപോലും അറിയാതിരുന്ന ആസ്വാദകർ. ഞാനിരിക്കുന്നതിനു ചുറ്റുമുള്ള ഒഴിഞ്ഞ കസേരകൾ. അരങ്ങൊഴിഞ്ഞ മൂകസാക്ഷിയായി ചുറ്റിലുമുള്ള മനുഷ്യർ നാടകം വിട്ട ജീവിതത്തിലേക്ക്. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനും മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കും വിരാമം. ഒടുവിൽ അരങ്ങിൽ നിന്ന് അടുത്ത സദസ്സിലേക്ക് കുട്ടിപ്രതിഭകൾ യാത്രയായി. ചിലർ കൈയടിക്കാനും മറ്റു ചിലർക്കായി ആർപ്പു വിളിക്കാനും. ഇത്ര നേരം കണ്ടതുകൊണ്ട് പറയുകയാണ്, കലോത്സവ നാടകങ്ങളൊക്കെയും കുട്ടിനാടകങ്ങൾ എന്ന വിധിയെഴുതി മാറ്റി നിർത്തരുത്. നാടിനകം കൃത്യമായി മനസ്സിലാക്കിയതാണ് എന്ന് അടിവരയിടുകയാണ് ഓരോ നാടകങ്ങളും. ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.